ഞാൻ നാളെ രാവിലെ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരു രാത്രിയെങ്കിലും അഭിമന്യു എന്റെ കൂടെ കഴിയുന്നത് നല്ലതല്ലേ? പെട്ടെന്നൊരു യാത്രയാകുമ്പോൾ അവനും ആകെ അപ്സെറ്റ് ആകും. പറയൂ, നിനക്ക് എത്ര രൂപ വേണം? നീ പറയുന്ന എന്തും ഞാൻ തരാം. What is your demand? ഇപ്പോ ഇവിടെ നിന്നൊരു സ്ത്രീ ഇറങ്ങിപ്പോയില്ലേ? അവൾ നിന്നേക്കാൾ എത്രയോ വലിയ പണക്കാരിയാണ്. കുറച്ചു മുമ്പ് അവൾ എന്നെ കാണാൻ വന്നിരുന്നു ഈ കുഞ്ഞിന് വേണ്ടി. അവളുടെ എല്ലാ സ്വത്തുക്കളും എനിക്ക് തരാമെന്ന് പറഞ്ഞു. കുഞ്ഞിനെ അവളെ ഏൽപ്പിക്കണമെന്ന് പോലും അവൾ ആവശ്യപ്പെട്ടില്ല. എനിക്ക് ആവശ്യം പണമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരുമായിരുന്നില്ല. 4 വർഷം മുമ്പ് നാട് വിട്ട ഞാൻ മെർച്ചന്റ് നേവി ചേർന്നു. പല നാടുകളിലും ചുറ്റിക്കറങ്ങി അവസാനം അമേരിക്കയിലെത്തി. എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് ഇണങ്ങിയ സ്ഥലം. ഞാൻ കപ്പലിൽ തിരിച്ചു പോയില്ല. അമേരിക്കയിൽ താമസിക്കാൻ വിസയും മറ്റുമില്ലാത്ത എന്നെ പോലീസ് പിടികൂടുന്നതിന് മുമ്പ് ഒരു കാപ്പറ്റി പെണ്ണ് രക്ഷപ്പെടുത്തി. ആ കറുത്ത ശരീരത്തിനുള്ളിൽ ഒരു വെളുത്ത മനസ്സുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് പിന്നീടാണ്. ഞങ്ങൾ വിവാഹിതരായി. അഥീനെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും ഞാൻ അവളോട് പറഞ്ഞു. എന്നിട്ടും അവൾ എന്നെ സ്നേഹിച്ചു. ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള ശേഷി അവൾക്കില്ലായിരുന്നു. മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിച്ച അവളെ എന്തോ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അഥീന മരിച്ചുവെന്നും എന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു. ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ എന്റെ മകനെ ആഗ്രഹിച്ചത് തെറ്റാണോ? ഇതി നിനക്കൊരു വിവാഹം കഴിച്ച ഒരു കുഞ്ഞുണ്ടാവാൻ ഒരു തടസ്സമില്ല. എന്റെ കറുത്ത പെൺകുട്ടിയെ എന്ത് കാരണം പറഞ്ഞ് ഞാൻ ഉപേക്ഷിക്കും? ഞങ്ങളെ പ്രതീക്ഷിച്ച് അവളവിടെ കാത്തിരിക്കുകയാണ്. ജഗദീഷ്, അഭിമന്യുവിനെ വിട്ടുപിരിയാൻ എനിക്കാവില്ല. അതൊഴിച്ച് മറ്റെന്തും എനിക്ക് അവനെ മാത്രം മതി, എന്റെ മകനെ. എന്റെ മകൻ 4 വർഷം മുമ്പ് എവിടെ പോയിരുന്നതാണ് നിന്റെ ഈ സ്നേഹവും വാത്സല്യവും ഒക്കെ? തെളിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തർക്കിക്കുന്നില്ല. എനിക്ക് എന്റെ മകനെ വേണം. എതി അവനെ കൂടാതെ ഞാൻ മടങ്ങി പോവില്ല. ജഗദീഷ്, ഇവിടത്തെക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ജീവിത സൗകര്യം അവനവിടെ കിട്ടുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. അവൻ ആവശ്യം അതല്ല, സ്നേഹമാണ്. നിഷ്കളങ്കമായ സ്നേഹം. നിനക്കോ നിന്റെ കാപ്പിരി പെണ്ണോ അത് നൽകാനാവില്ല ജഗദീഷ്. ശരിയാണ്. ഒരുപക്ഷെ നിന്നെ പോലെ ഞങ്ങൾക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല. എങ്കിലും അവൻ എന്റെ മകനാണ്. അതിലും വലിയൊരു ബന്ധം നിനക്കില്ലല്ലോ. ഇല്ല, ഞാൻ അവന്റെ ആരുമല്ല. എങ്കിലും അവൻ ഡാഡി എന്ന് വിളിക്കുന്ന എന്നെയാണ്. അവന്റെ ഡാഡിയും മമ്മിയും എല്ലാം ഞാനാണ്. അവന് ശരിക്കറിയാവുന്നുണ്ട് പറയാൻ. എന്റെ കൂടെ മാത്രമേ അവൻ നിൽക്കൂ. അവനെ വിട്ടു നിൽക്കാൻ എനിക്കും ആവില്ല. കുറച്ചു ദിവസം മറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സാരമില്ല, ക്രമേണ എല്ലാം ശരിയായിക്കോളും. അറിഞ്ഞുകൊണ്ട് അവന്റെ ഭാവി നശിപ്പിക്കണം. അങ്ങനെയാണ് വിധിയെങ്കിൽ അങ്ങനെ ആവട്ടെ. അല്ല, ഞാനും ചോദിക്കട്ടെ, താൻ മാത്രമേ ഉള്ളോ ഈ ലോകത്തിൽ സ്നേഹിക്കാൻ കൊള്ളാവുന്നതിനായിട്ട്? നിന്റെ ഉള്ളിൽ ഉള്ളതുപോലെ ഒരു ഹൃദയം എനിക്കുമുണ്ട്. എനിക്ക് സ്നേഹിക്കാൻ കഴിയുമെന്ന് നോക്കട്ടെ. Come on. I said, please come with me, man. അവൻ മുകളിലുണ്ട്, കൊണ്ടുപോയിക്കോളൂ. നിൽക്ക്, അവനെ ഉണർത്തരുത്. ഉണർന്നാൽ ചിലപ്പോ